അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, മുനീർ ആലപ്പുഴയാണ്. എൻ്റെ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾ സ്വീകരിച്ച പോലെ ഈ വീഡിയോ നിങ്ങൾ സ്വീകരിക്കാനുള്ള പ്രതീക്ഷയിൽ പോകുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് ആലപ്പുഴ ചുങ്കത്താണ്. ഇവിടെ ഒരു ഓട്ടോക്കാരനായ സലീമിക്കയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രണ്ട് കിഡ്നിയും കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അയക്കയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോവുകയാണ്. ലാസ്റ്റ് നമുക്ക് ഇക്കാനെ കണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. ഞാൻ ആലപ്പുഴ നഗരസഭ കൗൺസിലർ, പാലസ് വാർഡിലെ കൗൺസിലറാണ്. എൻ്റെ പേര് PS ഫൈസൽ എന്നാണ്. ഈ സലീം എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ആലപ്പുഴ നഗരസഭയിൽ പാലസ് വാർഡിൽ കുണ്ടേലാറ്റുചിറയിൽ താമസിക്കുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. വർഷങ്ങളായി ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. പുള്ളിക്ക് 2 പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു ചിറയിലായിരുന്നു പുള്ളി താമസിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പുള്ളിക്ക് വീടുകളൊന്നുമില്ല. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് പുള്ളിയുടെ ജീവിതം. പുള്ളിക്ക് കിഡ്നി സംബന്ധമായ അസുഖത്താൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സാമ്പത്തികമായി വളരെ വളരെ പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയാണ്. പരസഹായത്താൽ, അതായത് പൊതുജനങ്ങളുടെ സഹായത്താലാണ് പുള്ളിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സാ ചെലവ് വളരെ ഭാരിച്ച ചെലവുകളാണ്. പുള്ളി വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. സ്വന്തമായി വീടോ സ്വന്തമായി ഭൂമിയോ ഒന്നും ഇല്ല. അതിനാൽ പുള്ളിക്ക് വേണ്ട സഹായങ്ങൾ പരമാവധി എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ പുള്ളിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതിന് വേണ്ട സഹായങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ദുഃഖം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ മേല, അതാണ് പറയാൻ പോലും മേല. അതുപോലൊരു രോഗിയായിപ്പോയി. എന്ത് ചെയ്യും? അതിങ്ങനെ സഹായിക്കാൻ എല്ലാവരും സഹായിക്കാൻ വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുങ്ങളുടെ ജീവിതം ഭയങ്കര ദുഃഖത്തിലാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. അതുങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ആ ദുഃഖം ഞങ്ങളല്ലേ കാണുന്ന, അയലുകാർ ഞങ്ങളാ, അയലത്തുള്ളതാണ് ഞാൻ. എന്നാലും അതുങ്ങളെ ഒന്ന് രക്ഷപിടിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ ഭർത്താവാണിത്. ഓട്ടോ ഓടുന്ന ആളായിരുന്നു. വയ്യാതെ ഇപ്പോൾ വന്നിട്ട് 1 വർഷമായി. ഞങ്ങൾക്കൊരു വീടില്ല. ഞങ്ങൾക്ക് നിവർത്തിയില്ലാത്തവരാണ്. ഞങ്ങൾക്ക് അന്നന്ന് ചെയ്യാൻ കൂടെ നിവർത്തിയില്ല. 2000 രൂപ വെച്ച് വേണം ഒരു ഡയാലിസിന്. ആഴ്ച 3 എണ്ണം വെച്ച് വേണം. അതുകൊണ്ടൊരു നിവർത്തിയില്ല. ഞങ്ങൾക്ക് ഒരു വരുമാനമില്ല. പിന്നെ നാട്ടുകാരൊക്കെ സഹായിച്ച 1000 രൂപയൊക്കെ തന്നാണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ രീതിയിലൊന്നും ഇതാകണമെന്നില്ല. ഞങ്ങൾ വാടക കൊടുക്കാൻ നിവർത്തിയില്ല. എന്നിട്ട് ചേട്ടത്തി വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ ഒരു മുറി അത് ആപ്പാട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക. അതോടെ ഇട്ടുകൊണ്ടാണ് ആളെ ഇട്ട് കിടക്കുന്നത്. അത്ര ഗതികെട്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് അടച്ചവനെ വിചാരിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു നിവർത്തിയില്ലാത്തവരാണ്. എനിക്ക് ആളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക. 2 കിഡ്നി അടിച്ചു. ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പിന്നെ വണ്ടാനത്ത് കിടത്തിയിട്ട് അവർ വേറെ നോക്കെന്നും പറഞ്ഞ് വിട്ട്. പിന്നെ ആൾ സീരിയസ് ആയിപ്പോയി. മാനസികമായിട്ടുള്ള അതിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ ഞരമ്പിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. ഒരാളുടെ ആശ്രയം ഇല്ലാതെ പിടിച്ച് നടക്കാനൊക്കത്തില്ല. അത്രയ്ക്ക് ഗതികെട്ടിലാണ് ഞങ്ങൾ. അത്രയും നിവർത്തികേടാണ് ഞങ്ങൾക്ക്. എന്തെല്ലാം വിഷമങ്ങളാണെന്നറിയാം. ഈ രീതിയിലുള്ള ഒരു സഹായങ്ങളും ഞങ്ങൾക്ക് വരാൻ നിവർത്തിയില്ലാത്തവരാണെങ്കിൽ അത്രയ്ക്ക് ഗതികൾ കണ്ടില്ലേ. വെള്ളം പൊങ്ങി പരടാത്ത് കയറും. ചേട്ടത്തിൻ്റെ വീട്ടിലാണെങ്കിൽ വെള്ളം കയറും. അവിടെ വെള്ളമായിരുന്നു. ഇപ്പോഴാണ് ഇറങ്ങിയത് വെള്ളം. എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് അള്ളാനെ വിചാരിച്ച് എന്തെങ്കിലും സഹായം നിങ്ങൾ. ഞാൻ കാലകാലമായി ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. എനിക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വന്നതിനാൽ എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ പാടില്ല. ആഴ്ചയിൽ ഒരു 3 ഡയാലിസിസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്കൊരു വീട് പോലും ഇല്ല. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഇവിടെയുള്ള നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് കാര്യങ്ങൾ ഇതുവരെ എത്തിയത്. ഇനി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ ഉണ്ടാകണം. അതിനാൽ നിങ്ങളെല്ലാം സഹായം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. എനിക്കിനി തൊഴിലിന് പോകാനോ ഓട്ടോറിക്ഷ ഓടാനോ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കൈയൊഴിയാതെ അകമഴിഞ്ഞ് സഹായിക്കണമെന്നാണ്
എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും സലീമിക്കാക്ക് ചെയ്യുക. ഈ ചീട്ടിൻ്റെ അകത്ത് ഇപ്പൊ 12 മരുന്നുണ്ട്. ഈ ചീട്ടിൽ 12 മരുന്നുണ്ട്. ഈ 12 മരുന്ന് ഒരു മാസത്തേക്ക് 10,000 രൂപ മേളിൽ ചെലവായി ഈ മരുന്നിന് മാത്രം. അതുകൂടാതെ ഡയാലിസിസ് ഇപ്പൊ ഓൾറെഡി 90 ഡയാലിസിസ് ഇപ്പൊ ഓൾറെഡി കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച പോകണം. അതിനൊന്നും ഒരു നിവൃത്തിയില്ല. ഇപ്പൊ ഈ നാട്ടുകാരുടെ ഈ അയൽവക്കക്കാരുടെ സഹായം കൊണ്ടാണ് ഇപ്പം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേറെ ഒരു മാർഗവുമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണും, നിങ്ങളുടെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പൊ ഇവർ ജീവിതം തുടങ്ങാൻ പോണത്. നിങ്ങളാണ് സഹായിക്കേണ്ടത്. കാരണം വേറെ ആരും ഇനി സഹായിക്കാനില്ല ഇവരെ. അതുപോലത്തെ ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പൊ ഇത്രയും മരുന്ന് ഒരു മാസം 10,000 രൂപ മരുന്നിന് മാത്രം. പിന്നെ ഡയാലിസിന് ഇവിടെ കൊണ്ടുപോകണ ചിലവെല്ലാം കൂടെ വേറൊരു 2,500 ചെലവ്. ഒരു മാസം എങ്ങനെ പോയാലും ആഴ്ച 4 ഡയാലിസിസ് അല്ലേ, 3 ഡയാലിസിസ് ആഴ്ചയിലുള്ളത്. അതിൽ 2,000 രൂപ വെച്ച് ഒന്ന് കൂട്ടി നോക്കി. ഒന്നും അവർക്ക് അതിനുള്ള ഒരു നിവൃത്തിയില്ല. സ്വന്തം കയറി കിടക്കാൻ ഭൂമിയോ വീടോ ഒരു വകയില്ല അവർക്ക്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പൊ അള്ളാന്റെ കൃപ കൊണ്ട് അവരുടെ ചേട്ടത്തെ വിളിച്ചോണ്ട് ഒരു റൂമിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. അവർക്കല്ലാതെ സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഭൂമിയോ സ്വത്തോ ഒന്നുമില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വേണം അവരെ ഇനി സഹായിക്കാൻ. പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കഴിയുന്നവർ 10 രൂപ 10 രൂപ, 20 രൂപ 20 രൂപ കൊടുത്ത് സഹായിക്കുക. ഒരു ഓട്ടോ തൊഴിലാളിയായിരുന്നു, ഞാനൊരു ഓട്ടോക്കാരനാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്തുമാത്രം നമുക്ക് വരുമാനം ഉണ്ടാകും നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പറയുവാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ കുടുംബത്തെ നിങ്ങൾ 2 കൈ കൊണ്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.